ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു വലിയ അവസരം, അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ അവസരത്തെ പറ്റി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. RRB ഗ്രൂപ്പ് ഡി, റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്തരം വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന ബാങ്കിങ് എക്സാമിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഓരോ പരീക്ഷകളെ കുറിച്ചും അതിൽ നിങ്ങൾക്ക് ഉള്ള അവസരങ്ങളെ കുറിച്ചും നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഈ ചാനലിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഈ ചാനലിലൂടെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളുടെയും ബാങ്കിങ് എക്സാമുകളുടെയും നോട്ടിഫിക്കേഷൻസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണ് ദിശയുടെ ഈ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി നിങ്ങളിലേക്ക് ഓരോ പരീക്ഷകളെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എത്തിക്കാനായിട്ട് പോകുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി 10ാം ക്ലാസ്സുകാർക്ക് ഒരു വമ്പൻ അവസരം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോട്ടറി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന RRB ഗ്രൂപ്പ് ഡിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ്. RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻസ് ജാനുവരി 23, 2025 മുതൽ വരാനായിട്ട് പോവുകയാണ്. ആ ഒരു വിവരം എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഒന്ന് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് അവസരം കഴിഞ്ഞിട്ട് സാർ ഈ എക്സാമിന് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന രീതിയിലേക്ക് ഒരുപാട് പേര് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇപ്പം മാതാപിതാക്കളൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളിലേക്കും മക്കളിലേക്കും ഒക്കെ ഈ വീഡിയോ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിലേക്ക് ഒരു വലിയ ഇൻഫർമേഷനാണ് ദിശ അക്കാഡമി ഈ വീഡിയോയിലൂടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ഈ ചാനൽ വരുന്ന ഓരോ വീഡിയോയുടെയും ഉദ്ദേശം സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളും ബാങ്കിങ് എക്സാംസും അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാത്ത പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ദിശയുടെ ഈ ചാനലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ എക്സാമിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകത? ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ പ്രത്യേകത. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? കേരളത്തിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ എഴുതുന്ന പരീക്ഷയാണ് LDC പരീക്ഷ അല്ലെങ്കിൽ LGS പരീക്ഷകൾ പോലെയുള്ള പരീക്ഷകൾ. ഈ പരീക്ഷയ്ക്കൊക്കെ എത്ര ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്? ഒരു 14 ലക്ഷം ആളുകൾ വരെ, ഒരു ജില്ലയിൽ നിന്ന് 1 ലക്ഷം 1.5 ലക്ഷം ആൾക്കാർ വരെ LDC PSC വിളിക്കുന്ന LDC LGS പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ഏകദേശം 14 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ഒരു 10-15 ലക്ഷത്തോളം ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന പരീക്ഷയാണ് ഈ പരീക്ഷ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ വർഷം ഈ പരീക്ഷയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ 33 ആണ് ഏജ് ലിമിറ്റ് എങ്കിൽ 36 വരെയുള്ള ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതും നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും 36 ഏജ് ഉള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ് ഒക്കെ പാസ്സാവാത്ത വളരെ ചുരുക്കം ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് എഴുതാൻ പറ്റും. എല്ലാവരും അപ്ലൈ ചെയ്യണം. ഒരു ഓൾ ഇന്ത്യ പരീക്ഷയാണ്. റെയിൽവേ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റ് സൈഡിലുള്ള. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സാലറി പാക്കേജ് തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതി LDC എഴുതി അല്ലെങ്കിൽ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സാലറി ഇല്ലേ, നിങ്ങൾ LDC LD ക്ലർക്കായിട്ട് കയറുമ്പോൾ അതേ സാലറി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാലറി പ്രൊട്ടക്ഷൻ തരുന്ന ഒരു പരീക്ഷ തന്നെയാണ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠിച്ചെഴുതാൻ ശ്രമിക്കുക. എക്സാം ഒരുപാട് ടഫൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുന്നേ ഉള്ളൂ. അതിന്റെ വിവരങ്ങൾ കൂടി, ഒരു പരീക്ഷയെ എടുത്ത് അതിന്റെ വിവരങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇതാണ് നമുക്ക് റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. എന്ത് വന്നിരിക്കുന്നത്? ഇവിടെ എന്ത് വന്നിരിക്കുന്നു? ഏകദേശം 32,000 അപ്രോക്സിമേറ്റ് വേക്കൻസി എന്ന് പറയുന്നുണ്ട്. 32,000 ഒന്നും അല്ല, ഏകദേശം ഒരുപാട് അവസരങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വേക്കൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 32,000 ആണെങ്കിലും ഇപ്പൊ ഏകദേശം വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 23-ാം തീയതി മുതൽ എക്സാമിന് അപ്ലൈ ചെയ്യാമെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഇതിന്റെ ബേസിക് പേ വരുന്നത് 18,000 രൂപ. ബേസിക് പേ എന്ന് പറയുമ്പോൾ DAയും അലവൻസുകളും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരു 30,000 ആൻഡ് എബോ സാലറി കിട്ടുന്ന പോസ്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, LDCയുടെ സെയിം സ്കെയിൽ ഓഫ് സാലറി
വരെ കിട്ടുന്ന എക്സാം ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന ജോലിയാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്നതിന് ഫീസ് ഉണ്ട്, 500 rupees ആണ്. അതുപോലെ 250 rupees ആണ് OBC അതർ പിന്നെ കാറ്റഗറി SC/ST കാറ്റഗറി വരുന്ന ആളുകൾക്ക് വരുന്നത്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചേക്കണം. ആപ്ലിക്കേഷൻ ഫീ അതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ. അപ്പോൾ 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, ക്ലോസ് ചെയ്യുന്നത് 22-ാം തീയതി ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട 10ാം ക്ലാസ് ഓർ ITA 10th അല്ലെങ്കിൽ ITA പാസ്സായിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, ഒരുങ്ങാം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITA ആണ് വേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ വേക്കൻസി ഇൻക്രീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. 32,438 ആണെങ്കിലും ഏകദേശം 58,000-ഓളം വേക്കൻസി, അതായത് ഒരു 60,000-ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഗ്രൂപ്പ് ഡിയിൽ ഏകദേശം 1,00,000-ഓളം ആൾക്കാരെ വരെ, കാരണം ഓൾ ഇന്ത്യ നടക്കുന്ന പരീക്ഷയല്ലേ, ഇന്ത്യയിൽ മുഴുവൻ അവസരങ്ങളും അല്ലേ, സോൺ ബേസ് ആയിട്ടുള്ള അവസരങ്ങളാണെങ്കിൽ പോലും ഇന്ത്യയിൽ മുഴുവനുള്ള ഒരു ഓപ്പണിംഗ് ആയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയ സ്കെയിലിൽ വരുന്നതായതുകൊണ്ട് ഏകദേശം 1,00,000-ഓളം അവസരങ്ങൾ വരാൻ ചാൻസ് ഉള്ള, അതായത് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കൊക്കെ ദിശയിൽ നിന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് ഡി സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധ്യതയുള്ള പരീക്ഷയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന പോസ്റ്റുകളും ഏകദേശം വേക്കൻസീസും കണ്ടോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അസിസ്റ്റന്റ് പോസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻറ്റർ, അസിസ്റ്റന്റ് പോസ്റ്റുകളാണ് ഒരുപാട് പോസ്റ്റുകൾ വരുന്നത്. അതായത് 10th ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ അസിസ്റ്റന്റ്. പിന്നെ വർക്ക്ഷോപ്പുമായിട്ട് ITയുടെ ഒക്കെ വരുന്ന വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഓപ്പറേറ്റർ, അങ്ങനെയൊക്കെയുള്ള IT അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. അതുപോലെ ട്രാക്ക് മെയിൻറ്റർ പോലെയുള്ള കോമൺ പോസ്റ്റുകളുമുണ്ട്. അങ്ങനെ ഏകദേശം അവർ പറഞ്ഞിരിക്കുന്നത് 32,000 വേക്കൻസി ആണെങ്കിലും അഡീഷണലി കുറച്ച് വേക്കൻസിയും കൂടെ ഫില്ല് ചെയ്തിട്ട് ഇത്രത്തോളം വേക്കൻസി വരെ വിളിക്കാൻ ചാൻസ് ഉള്ള പരീക്ഷയാണ് 23-ാം തീയതി വിളിക്കാനിരിക്കുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ. ഇതാരും അറിയാതെ പോകരുത്. മാക്സിമം ആളുകളിലേക്ക് അറിയിച്ച് എല്ലാവരെയും എന്ത് ചെയ്യണം. ഇപ്പൊ PSC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കും എഴുതാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി. പക്ഷെ പഠിക്കുന്ന മോഡിലൊക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ PSC അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും എഴുതാം കേട്ടോ. അപ്പോൾ എന്താണ്, 23rd ജാനുവരിയാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. 22nd വരെയാണ് ഓൺലൈനായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ പ്രത്യേകത എന്താ, ഈ പരീക്ഷയെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു പരീക്ഷയുണ്ട്, ഒറ്റ പരീക്ഷയുള്ളൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ഓൺലൈൻ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് വ്യത്യാസം എന്താ പിടിച്ചോ എന്ന് പറയാം. വേണമെങ്കിൽ PSCയുമായിട്ട് നോക്കാം. PSCയുടെ പരീക്ഷ എന്താണ്, നമ്മൾ OMR ഷീറ്റിനകത്ത് ഡാർക്ക് ബബിൾ മാർക്ക് ചെയ്യുന്ന ഓഫ്ലൈൻ പരീക്ഷകളാണ്. പക്ഷേ റെയിൽവേയുടെ പരീക്ഷ എന്താ, ഓൺലൈൻ പരീക്ഷയാണ്. ഇപ്പൊ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് റെയിൽവേയുടെ പരീക്ഷ കുറച്ചുകൂടെ എളുപ്പമാവുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓൺലൈൻ മോഡിലുള്ള പരീക്ഷയും സെയിം രീതിയിലുള്ള സിലബസും കവറപ്പ് ചെയ്ത് പഠിക്കുന്നവരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവനേക്കാളും SSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് റെയിൽവേയുടെ പരീക്ഷയ്ക്ക്. അപ്പൊ റെയിൽവേക്ക് വേണ്ടി പഠിക്കാൻ വരുന്നവരാണെങ്കിലും കൃത്യമായി സിലബസ് മനസ്സിലാക്കി മോക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത്, ഞാൻ പറയുന്നത് PSCയുടെ ഒരു ലൈനിൽ പഠിച്ചാൽ പോരാ, ആ കാര്യം കൃത്യമായിട്ട് പറയാണ്. ഇത് എൻറ്റയർലി ഡിഫറൻറ്റ് പരീക്ഷയാണ്. ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു CBT 1 എക്സാം ഉണ്ട്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ മെഡിക്കൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഈ 3 സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഒരു 10th പാസ്സായിട്ടുള്ള ഏജ് 36 വരെയുള്ള എഴുതാൻ സാധിക്കുന്ന ആളുകൾ കടന്നു പോകേണ്ടത്. ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. ഇനി സബ്ജക്ട് എന്തൊക്കെയാ സാർ ഇതിന് പഠിക്കേണ്ടത് എന്ന് ഒരുപാട് പേര് ചോദിച്ചു കേട്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ ദിശയുടെ ഒഫീഷ്യൽ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓരോ ചാനലിലും ഇത് കൃത്യമായി പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത നിരവധി ആളുകളുണ്ട്. അവരിലേക്ക് ഈ കാര്യം എത്തണം. എന്താണ് ജനറൽ സയൻസ്, മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ഇതാണ് നമ്മുടെ 4 സബ്ജക്ട്. ഇതാണ് നിങ്ങളുടെ GK എന്നൊന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ജനറൽ സയൻസാണ്, ഇത് മാത്സ് ആണ്, ഇത് റീസണിങ് ആണ്. നിങ്ങൾ നോക്കൂ, ജനറൽ സയൻസിന് 25 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. സയൻസ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഈ 3 സബ്ജക്റ്റിന് 25 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസുകളായിരിക്കും ഇതിൽ വരുന്നത്. മാത്സ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്സ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, PSCക്കൊക്കെ 10 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ നിന്ന് വരുന്നത്. ഇവിടെ 25 ക്വസ്റ്റ്യൻസ്, നമ്പർ സിസ്റ്റം, പെർസെന്റേജ്, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്,
ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് മാത്സിന്റെ കുറച്ച് പാർട്ടുകളുണ്ട്. ഇതെല്ലാം വൃത്തിയായി പഠിക്കേണ്ടതായിട്ടുണ്ട്. റീസണിങ് വരുമ്പോൾ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? കോഡിങ്, അനലോഗി, ക്ലാസിഫിക്കേഷൻ, സീരീസ്, ബ്ലഡ് റിലേഷൻ, സീറ്റിംഗ്, റാങ്കിങ്, സില്ലോജിസം പോലെയുള്ള ടോപ്പിക്കുകൾ പ്ലസ് അഡീഷണൽ ആയിട്ട് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ PSCയുമായി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ GK ഏകദേശം ഇതാണ് നിങ്ങൾക്ക് PSC പഠിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ്. 20 ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അവിടെയും നിങ്ങൾ ഫാക്ട് അബൌട്ട് കേരള ബേസ്ഡ് ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഇത് ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ട് തന്നെ GK ഫുള്ളായിട്ടുള്ള GK നമ്മൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സും ഫുള്ളായിട്ടുള്ളത് പഠിക്കണം. അപ്പോൾ ഏകദേശം ഒരു ഫ്രഷ് അപ്പിയറൻസ് ഓഫ് പ്രിപ്പറേഷൻ ഇതിനാവശ്യമാണ്. സയൻസിൽ നിന്ന് 25 മാർക്ക് കിട്ടും. മാത്സ്, റീസണിങ് ഇതിൽ നിന്ന് തന്നെ 55 മാർക്ക് ഉണ്ട് കേട്ടോ. അത് തന്നെ ഒരു വലിയ വെയിറ്റേജ് ആണ്. നമുക്ക് മാത്സ്, റീസണിങ്ങിന് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. അത് മനസ്സിലാക്കി സിലബസ് മനസ്സിലാക്കി പഠിക്കണം. പിന്നെ GK 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസിന് 100 മാർക്ക് എന്ന രീതിയിലാണ് 1.5 മണിക്കൂർ നടക്കുന്ന ഓൺലൈൻ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ തീരും. അപ്പോൾ കൃത്യമായ പ്രിപ്പറേഷനിലൂടെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് മക്കളെ. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. മാത്സിൽ വരുന്ന ടോപ്പിക്കുകൾ എല്ലാവരും നോക്കിക്കോണം. എന്താണ്? നമ്പർ സിസ്റ്റം, LCM, HCF, ഫ്രാക്ഷൻസ്, അതുപോലെ തന്നെ റേഷ്യോ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ആൾജിബ്ര ഉണ്ട്, ട്രിഗണോമെട്രി ഉണ്ട്, പിന്നെ ഏജ് പ്രോബ്ലംസ് ഉണ്ട്, കലണ്ടർ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്. ഇതെല്ലാം പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ റീസണിങ്, അനലോഗി ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, സില്ലോജിസം ഉണ്ട്, ഡേറ്റ സഫിഷ്യൻസി ഉണ്ട്, അതുപോലെ തന്നെ സിമിലാരിറ്റീസ് ഉണ്ട്, അങ്ങനെ ഡയറക്ഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് റീസണിങ്. നോക്കൂ, 55 മാർക്ക് ഫ്രഷ് ആയിട്ട് വൃത്തിയായിട്ട് പഠിക്കണം. ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കൂടെ ചേർത്ത് വരുന്നതാണ്. അത് 10th ലെവലിലുള്ള സയൻസ് നന്നായി പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. അതിൽ കറണ്ട് അഫയേഴ്സ് പ്ലസ് GK ചേർന്നതാണ് 20 മാർക്ക്. അപ്പൊ സിലബസ് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അവസരം നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. കൃത്യമായ സമയം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. അതുപോലെ ഫിസിക്കൽ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 35 കിലോ ക്യാരി ചെയ്തുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റിനകത്ത് താഴെ ഇടാതെ ഓടണം. പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. 1000 മീറ്റർ റണ്ണിങ് ഉണ്ട്, 4 മിനിറ്റ് 15 സെക്കൻഡ് ഉണ്ട് കവറപ്പ് ചെയ്യണം. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ. ഫീമെയിൽസിന്റെ വരാണ് 20 കിലോ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് 100 മീറ്റേഴ്സ് 2 മിനിറ്റ്സിൽ കവർ ചെയ്യണം. അതുപോലെ 1000 മീറ്റേഴ്സ് 5 മിനിറ്റ്സിന് 40 സെക്കൻഡ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. ആര്? പെൺകുട്ടികൾ. അപ്പൊ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഫിസിക്കൽ വല്ല പാടൊന്നും ഉള്ള സാധനമൊന്നും അല്ല. ഫിസിക്കൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എക്സാം കറക്റ്റായിട്ട് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിന്റെ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാം. രാവിലെ എണീറ്റ് ഓടുന്നവരൊക്കെയാണ്. ഓട്ടം മാത്രമല്ലേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് 1000 മീറ്റർ ഒക്കെ സിമ്പിളായിട്ട് ഓടാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ 5 മിനിറ്റ് 40 സെക്കൻഡ് വരെയാണെങ്കിൽ പെൺകുട്ടികൾക്ക് 1000 മീറ്റർ ഓടാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്നും വലിയൊരു ദൂരമൊന്നും അല്ല. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കവറപ്പ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഫിസിക്കലിനെ ഒന്നും ആലോചിച്ച് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഫിസിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് കവറപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വലിയ ഇൻഫർമേഷൻ ആണ്. ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കേരളത്തിലുള്ള എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കണം. അവസരമുള്ളവരെല്ലാം എഴുതണം. നമ്മുടെ ആളുകൾ എന്തിനാണ് PSC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഇത്രയും വലിയൊരു അവസരം നമ്മുടെ ഫ്രണ്ടിൽ ഇല്ലേ? അപ്പൊ അത്തരം പരീക്ഷകളെ കുറിച്ച് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യൂ. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. ദിശയ്ക്ക് ലേണിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ കേരളത്തിനും വെളിയിലും ഒരുപാട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഓൺലൈൻ കോഴ്സുകൾ റെയിൽവേയുടെയോ ബാങ്കിങ്ങിന്റെയും SSCയുടെയും ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ദിശയുടെ ഓൺലൈൻ വിങ്ങിൽ നിന്ന് പറഞ്ഞു തരും. അതുപോലെ തന്നെ ദിശയുടെ ഓഫ്ലൈൻ അക്കാഡമികൾ വിസിറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഈ സൈഡുകളിൽ ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് അക്കാഡമികൾ വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ പരീക്ഷയുടെ ഇൻഫർമേഷൻ അറിയിച്ചു എന്ന സന്തോഷത്തോടു കൂടി എല്ലാവരും 23-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.